ഹലോ സിനി ഫയൽസ്. ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാണുക. 2025 ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് സിനിമകളിലൊന്നാണ്. ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിൽ ചെറുതായിട്ടൊന്നും അല്ല ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ റിഗ്രറ്റ് അടിച്ചത്. അത്രയ്ക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത് തിയേറ്ററിൽ കണ്ടവർക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഫീല് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് സിന്നേഴ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഒരു നോർമൽ ഗാങ്സ്റ്റർ സിനിമ പോലെ തുടങ്ങിയിട്ട് പതിയെ പതിയെ വേറെ ട്രാക്കിലാകുന്ന സിനിമയാണിത്. 1930കളിലാണ് കഥ പറയുന്നത്. ആ ഒരു പീരിയഡ് സെറ്റിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിനും ആക്ഷനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് സിനിമ എടുത്തിരിക്കുന്നത്. പ്ലോട്ടിനെ കുറിച്ച് ഞാൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പ്ലേസ്ഡ് ആണ്, പക്ഷേ അത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തത മാത്രമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളുടെ ഒരു ബിൽഡപ്പ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. അത് 100% വിജയിച്ചിട്ടുണ്ട്. 1930 സമയത്തുള്ള റേസിസം ഒക്കെ ഫസ്റ്റ് ഹാഫിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം അന്യായ പേസിലാണ്. ഒരു രാത്രിയിലാണ് സെക്കൻഡ് ഹാഫ് മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ബിൽഡിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ ഒരു തീമിൽ കുറെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ 1930 കാലഘട്ടത്തിൽ ഇങ്ങനൊരു പ്ലോട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വെറുതെ ഒരു സീനിൽ വന്നു പോകുന്നവർ പോലും അജാതി പെർഫോമൻസ് ആണ് ചെയ്തു വെച്ചേക്കുന്നത്. മൈക്കിൾ ബി ജോർദൻ ഡബിൾ റോളാണ് വരുന്നത്. പക്ഷേ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് കാരണം രണ്ട് ക്യാരക്ടറും ഒരാൾ തന്നെയാണോ ചെയ്തതെന്ന് പല സമയത്തും നമുക്ക് ഡൗട്ട് തോന്നിപ്പോകും. അത്ര ബ്രില്യൻ്റ് ആയിട്ട് ആ രണ്ട് ക്യാരക്ടറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പടത്തിലെ ഏറ്റവും ഹൈലൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് ക്ലൈമാക്സ് പോർഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ അതുവരെ പോയ മൂഡിലല്ല പിന്നെ അങ്ങോട്ട് പടം പോകുന്നത്. ഒരു കംപ്ലീറ്റ് ജോണർ ഷിഫ്റ്റിംഗ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് സിനിമയിലുണ്ട്. അത് ഈ സിനിമയിലെ ചെറിയൊരു പോർഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാവും. അത് ഏതാണെന്ന് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, അതിൽ കുറച്ച് വ്യത്യസ്തതയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ ബെസ്റ്റ് ഓപ്ഷൻ. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കൂടുതൽ പറഞ്ഞ് ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. വാച്ച് ആസ് സൂൺ ആസ് പോസിബിൾ.